9 പേരുടെ ജീവനെടുത്ത വാൾപ്പാറ അപകടത്തിൽ വാഹനം താഴേക്കു പതിച്ച ഭാഗത്ത് സുരക്ഷാ ഭിത്തിയില്ല. ഭിത്തി ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഒഴിവാകാമായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. അപകടത്തിന് ശേഷം സ്ഥലത്ത് സുരക്ഷാവേലി ഒരുക്കുകയായിരുന്നു. ചാക്കിൽ മണ്ണ് നിറച്ച ശേഷം ഇരുമ്പ് ദണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപകടം നടന്ന സ്ഥലത്തുനിന്നും രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാൽപ്പാറ ചുരത്തിലെ 13ാം വളവിലാണ് നമ്മളുള്ളത്. ഈ കാണുന്ന മേഖലയിൽ നിന്നുമാണ് വാഹനം, ഈ അപകടത്തിൽപ്പെട്ട ടെമ്പോ ട്രാവലർ വരുന്നത്. അവിടെ നിന്നും ഈ വാഹനം വരുന്നു. ഇതേ വളവ് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ കൃത്യമായ സുരക്ഷാ വേലികളുണ്ട്. കാരണം ഇതിൽ വന്ന് വാഹനം ഇടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി പോകും. അപ്പോൾ ഇവിടെ ഇടിച്ചാലും ഈ വാഹനം ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇവിടെയൊക്കെ സുരക്ഷിതമായി തന്നെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ തൊട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ ഭിത്തി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ വരെ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് മുന്നേ വരെ ഏതാണ്ട് ഒരാളുടെ പകുതിയോളം ഒപ്പത്തിൽ സുരക്ഷാ ഭിത്തിയുണ്ട്. പക്ഷേ ഈ കാണുന്ന മേഖലയിൽ നിന്നുമാണ് വാഹനം മുന്നോട്ട് പോരുന്നത്. ഇതേ സുരക്ഷാ വേലി ഇവിടെയും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ നിന്നും ഈ കാണുന്ന 13ാം വളവിൽ നിന്നും നേരെ വാഹനം തലകീഴായി മറിഞ്ഞ ശേഷം തൊട്ട് താഴെ കാണുന്ന 9ാം വളവിലേക്ക് 9ാം വളവിന് സമീപമുള്ള റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ആ കാണുന്നതാണ് നമ്മൾ മുമ്പ് കണ്ട ആ ടെമ്പോ ട്രാവലർ വാഹനം. ആ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ കാണുന്ന ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ 13ാമത്തെ വളവിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ ആവശ്യമായ സുരക്ഷാ ഭിത്തി ഇല്ലാത്തത് തന്നെയാണ് അപകട കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയുള്ള സുന്ദരൻ എന്ന അണ്ണനാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇത് ഏറ്റവും വലിയ അപകടമാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയ അപകടം. ഇത് വന്നിട്ട് ഈ വണ്ടിക്കാരർ വന്നിട്ട് ഭയങ്കര സൗണ്ട് വെച്ചിട്ട് വരുന്നു വണ്ടിയിലെ. അതുകൊണ്ടാണെന്ന് വണ്ടി പറഞ്ഞ ആറിനൊക്കെ അതൊക്കെ അവർക്ക് തരിയുന്നില്ല. അല്ല, ഈ സുരക്ഷാ ഭിത്തി ഇവിടെ ഹൈറ്റ് ഇല്ലല്ലോ. ഹൈറ്റില്ല. അതേപോലെ ആ ടേണിങ് ഇത് ഇവിടെ ഉണ്ടായിരുന്നു. സേഫ് ആയിരുന്നു. മുമ്പ് ഇവിടെ ആക്സിഡന്റ് ഉണ്ടായ ഈ മേഖലയിൽ ഇതാ ഫസ്റ്റ് ടൈം. മുന്നാടി ബസ് ആക്സിഡന്റ് ഇருக்கு പറഞ്ഞില്ലേ? രണ്ടാമത് ബണ്ടിലെ കുറെ വർഷങ്ങൾക്ക് മുമ്പാ പളനി വണ്ടി ഒരു ബസ്, അത് കുറെ വർഷമായി. എത്ര പേര് അന്ന് മരിച്ചത്? അതിൽ ഒരു 7 പേര് മരിച്ചു. ഇതിപ്പോ 9 പേര് മരിച്ചു. നിങ്ങൾ രക്ഷാപ്രവർത്തനം ഇന്നലെ ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടുന്ന് പൊള്ളാച്ചിലിരുന്ന് ഒരു വാൾപ്പാറയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. ആളുകളെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന അനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് താഴെ ഒരു ബസ് ആക്സിഡന്റ് പറ്റിയിരുന്നു. അന്ന് 7 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. അതിലാണ് ഇപ്പോൾ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കാണുന്ന പോലെയുള്ള സുരക്ഷാ വേലി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാഹനം ഇവിടെ തന്നെ തട്ടി ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ റോഡിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതില്ലാത്തത് കൊണ്ടാണ് വാഹനം തലകീഴായി മറിഞ്ഞുകൊണ്ട് 300 അടി താഴ്ചയിലേക്ക് പതിക്കുകയും 8 പേർക്ക് തൽക്ഷണം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ വാൽപ്പാറ.